തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലാണ്. ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ വകയായിട്ട് ഞങ്ങൾ സൈലന്റ് വാലിക്ക് പോവുകയാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിലേക്കുള്ള ബസ്. യാത്രയ്ക്കുള്ള വണ്ടിയുടെ ഞങ്ങളുടെ മെയിൻ കോർഡിനേറ്ററും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മാത്യു സാറുണ്ട്. നമ്മളെല്ലാം സ്ഥിരം പുള്ളികളാവുകൊണ്ട് കൃത്യം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങളുടെ സൈലന്റ് വാലി യാത്ര ആരംഭിക്കുകയായി. 29 യാത്രക്കാരാണ് ബസ്സിലുള്ളത്. ചെറിയാൻ സാർ നമ്മളുടെ സാരഥിയും, രാജേഷ് സാർ നമ്മളുടെ കണ്ടക്ടറും ഓർഗനൈസറുമായിട്ടുള്ള നേരെ പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് സൈലന്റ് വാലി സൈലന്റ് വാലിയിലൂടെ സോ 15-ാം തീയതിയായി ഞായറാഴ്ചയാണ്. രാവിലെ 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളൊരു 4:30 ആയപ്പോഴത്തേന് ഇവിടെ വന്നു. മുക്കാലി അല്ലെ മുക്കാളി എന്ന് പറയുന്ന സ്ഥലമാണ് അഗളി. അതുകൊണ്ട് ഇനി സ്ട്രോങ് ചായയാണ്. ചായയുടെ കൂടെ വെട്ടുകേക്കും കഴിക്കുകയാണ്. നമ്മുടെ അച്ചായനും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ രാവിലെ സ്ട്രോങ് ആയി വരികയാണ്. എന്നിട്ട് നല്ല എക്സൈറ്റിംഗ്. ഒരു 2 മണിക്കൂറോളം സമയം എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആകാനുള്ള അവസരം ലഭിച്ചു. ഞങ്ങളുടെ സൈലന്റ് വാലി എക്സ്പ്ലോറേഷൻ ആരംഭിക്കുവാൻ പോവുകയാണ്. പുട്ട് കടലയും കഴിക്കുന്നതിനുള്ള ഗൗരവമാണ്. അങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ പുട്ടിന്? അടിപൊളി. യെസ്, there you are. കടലേ അതുപോലെ തന്നെ. എൻ്റെ പേര് രാജൻ. നമ്മൾ ഇനിയിപ്പോൾ കാട്ടിനുള്ളിലേക്ക് ഒരു 23 കിലോമീറ്റർ കാട്ടിനുള്ളിൽ കയറാണ്. നമ്മൾ കാട്ടിൽ ചെറിയ കൃഷി രീതി എന്ന് പറയുന്നത് ചാമ, റാഗി, തൊമര, പിന്നെ കടുക്, ജീരവർഗ്ഗങ്ങളൊക്കെ പിന്നെ ഇവർ കൃഷി ചെയ്യുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു യാത്രയിലെ. റോസ്വുഡ് ചുരുളിമരം ബ്രിട്ടീഷുകാരൻ റെയിൽവേ ഉണ്ടാക്കിയപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് പാളത്തിൻ്റെ അടിയിൽ വെച്ചിരുന്ന തടി ഇതായിരുന്നെന്നാണ് പറയുന്നത്. ഡീക്കേ ആവത്തില്ല, നല്ല ശക്തിയും ടെൻസൈൽ സ്ട്രെങ്തും എല്ലാം ഉള്ള സംഭവമാണ്. യൂക്കാലി പ്ലാന്റേഷനും ഉണ്ട് അവിടെ. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, വളരെ തണുപ്പുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. BTCയുടെ ആഭിമുഖ്യത്തിലുള്ള ഞങ്ങളുടെ സൈലന്റ് വാലി ട്രിപ്പാണ്. സൈലന്റ് വാലി ഒറിജിനൽ നെയിം. $30 മീറ്റർ ഉയരമുള്ള ക്ലോക്ക് ടവറിലേക്ക് എല്ലാവരും ആവേശപൂർവ്വം കയറുകയുണ്ടായി. സഹ്യപർവ്വതത്തിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ. സോ വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ ക്ലോക്ക് ടവറിൻ്റെ, വാച്ച് ടവറിൻ്റെ ഉയരങ്ങളൊക്കെ കീഴടക്കി അല്പം കുഴഞ്ഞു പോയി. എന്നപ്പോൾ ഒരു എനർജി റീചാർജിനായിട്ട് നമുക്ക് ചായയും ചൂട് ഇല. എല്ലാവരും ഹാപ്പി അല്ലേ? അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ആസ്വദിക്കുന്ന വനത്തിലേക്കുള്ള നടപ്പ് തുടങ്ങുകയാണ്. 11:30 അങ്ങനെ കാനനപാതയിൽ ഇതൊരു പഴയ മരമാണ്. അങ്ങനെ ഞങ്ങൾ കുന്തിപ്പുഴയിലെത്തിയിരിക്കുകയാണ്. മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ പേരിലാണ്, കുന്തി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുന്തിപ്പുഴ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും മുക്കോലിയിലോട്ട് തുടങ്ങിയിടത്തേക്ക് പോവുകയാണ്. 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയി. കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അവിയൽ, പപ്പടം, അതെന്തോ കറിയാണ്? വെള്ളരിക്കറിയാണോ? രസമാണോ കുടിക്കുന്നത്? യാത്ര തുടരുകയാണ്. നല്ല ഉച്ചഭക്ഷണവും കഴിച്ചു. ഇപ്പോൾ 2 മണി കഴിഞ്ഞ്
സോ നമ്മൾ കാഞ്ഞിരപ്പുഴ ഉദ്യാനം ഡാം അടിപൊളി. വൈകുന്നേരം 4:00 കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. സന്ദർശിക്കുവാനെത്തി എല്ലാവരും വളരെയധികം സന്തോഷമായി ആസ്വദിക്കുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്. എല്ലാം സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ. ചിക്കനോ എന്നാ ഉണ്ടാ മോനെ? നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല വെള്ളം. നമ്മൾ നേരത്തെ കണ്ട കുന്തിപ്പുഴയുടെ കൈവഴിയാണ് കാഞ്ഞിരപ്പുഴ എന്നാണ് പറഞ്ഞത്. നല്ല കാറ്റാ, നല്ല കുളിർ തെന്നലാണ്. ഇതുപോലെ വെയിലുണ്ട്, കടും വെയിൽ വൈകിട്ടത്തെ. ഓക്കെ, ഇതാ ഹൈഡൽ പവർ ആണ്. സ്പിൽവേ ദിസ് മൊമെന്റ് തിരിച്ചുള്ള യാത്ര തുടങ്ങി. ഒരു 7-8 മണിക്കൂർ യാത്രയുള്ളൂ. കുതിരാൻ തുരങ്കം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ. സോ ഇറ്റ്സ് ഡിന്നർ ടൈം. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൃശ്ശൂർ പോവുകയാണ്. ഇനി ഒരു 4-5 മണിക്കൂറത്തെ യാത്രയോടെ തിരുവല്ലയ്ക്ക്. രാത്രി ഡിന്നർ ടൈം. ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂർ പേരു. 12:25 സുരക്ഷിതമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നല്ലതല്ലായിരുന്നോ? ഓക്കെ, ദിസ് ഈസ് മാത്യു കോശി സൈനിങ് ഓഫ് ഫ്രം തിരുവല്ല KSRTC ബസ് സ്റ്റേഷൻ. താങ്ക് യു ഓൾ.